സീസൺ 5 ഫസ്റ്റ് വോളിയം എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വില്ല അവന്റെ പവർ തിരിച്ചറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവന് വെഗ്നയുടെ മേൽ കൺട്രോൾ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ വെഗ്ന അവന്റെ അടുക്ക വന്ന് പറയുകയും ചെയ്തു, നീ ആയിരുന്നു എന്റെ ഫസ്റ്റ് വെസൽ, കാരണം നീ ഒരു വീക്ക് ആയിരുന്നു. ഇപ്പൊ നിന്നെ പോലെ 12 കുട്ടികൾ, ഈ വീക്ക് ആയവരെ എനിക്ക് റീഷേപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് പുതിയൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. നീയല്ല ആര് ശ്രമിച്ചാലും എന്നെ ഇതിൽ നിന്ന് തടയാൻ സാധിക്കില്ല. അപ്പോഴേക്ക് പല സ്ഥലങ്ങളിൽ അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടൽ ഓപ്പൺ ആയി. സേഫ് ആക്കി വെച്ചിരുന്ന എല്ലാ കുട്ടികളെയും ഈ ഡെമോ ഗോർഗൺസ് പിടിച്ചോണ്ട് അപ്സൈഡ് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിൽ പറയുമ്പോൾ മൈക്കും അമ്മയും എല്ലാവരും അവന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നീ സൂപ്പറാടാ, നിനക്ക് പവർ ഉണ്ടടാ, എല്ലിനെ പോലെ പുതിയൊരു മെമ്പറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, നീ ശരിക്കും ഒരു സോഴ്സറസ് ആണ്, നിന്നെ കൊണ്ട് ഈ പലതും സാധിക്കും, ആ വെഗ്നയെ നമുക്ക് നേരിടാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ് അവർ ഇവനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ വില്ലിനും കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി ആ കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടി പലയിടത്ത് പലരെയും നമ്മൾ വെച്ചിരുന്നല്ലോ, അവരെ എല്ലാവരെയും കൂട്ടിച്ചേർന്ന് നമുക്കൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവര് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഡെറക്കും ഹോളിയും ഉൾപ്പെടെ 12 കുട്ടികളെയാണ് ഇപ്പോൾ വെഗ്ന പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. വാട്സിറ്റിന്റെ രൂപത്തില് ഇവരെ എല്ലാവരെയും മറ്റൊരു സ്പേസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ഹെൻറി. അവിടെ നമ്മുടെ ഹോളി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഹെൻറി ഇവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകത്ത് ഒരുപാട് മോൺസ്റ്റേഴ്സ് വരാൻ പോകുന്നു. ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ആ പവേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ നാട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അന്നേരം ഹോളി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനിയും പുറത്തുപോയി വേറെ കുട്ടികളെ കൊണ്ടുവരുമോ എന്ന്. അപ്പൊ നമ്മുടെ ഹെൻറി പറയുവാണ്, ഇല്ല, ഞാൻ നിന്നെയാണല്ലോ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, നിന്നെ ഇവിടെ തനിച്ചാക്കിയതില് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ആരെയും കൊണ്ടുവരാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണുമെന്ന്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു ഹോളി അന്വേഷിച്ചത്. പക്ഷെ അതിന് നടക്കില്ല എന്നായപ്പോൾ ഹോളിക്കും സങ്കടമാവുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ ഡോക്ടർ കെനെയാണ്. നമ്മൾ കഴിഞ്ഞ വോളിയം എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 11ഉം ഹോപ്പും കൂടിയിട്ട് നമ്പർ 8, അതായത് കാളിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്, അവരുടെ ഒരു ഡോർ തുറന്ന് അവിടെ കാളിയുള്ളത് മനസ്സിലാക്കി അവളെ രക്ഷപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ കെ അവിടെ കണ്ടത് കാളിയുടെ പവർ യൂസ് ചെയ്ത് കാളി അവിടെ ഉണ്ടെന്ന് അവൾ വരുത്തി തീർത്തിയ ഒരു രൂപത്തെ ആയിരുന്നു. പക്ഷേ ഇവളുടെ പവർ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ കെക്ക് മനസ്സിലായി അവിടെ ശരിക്കും കാളിയില്ല, അവിടെ നിന്ന് അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ അപ്പോഴേക്കും ഹോപ്പർ ഇവരെയും കൊണ്ട് വണ്ടിയിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആ ടണലിന്റെ അകത്ത് കിടക്കുന്ന ലൂക്കാസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മൈക്കും അമ്മയും വില്ലും കൂടിയിട്ട്. വില്ല് ഇതെല്ലാം കണ്ടു. വില്ലിന് പുതിയ പവർ കിട്ടിയെന്ന് അറിയുമ്പോൾ നമ്മുടെ ലൂക്കാസിനും ഒരുപാട് ഹാപ്പിനെസ് ആവുന്നുണ്ട്. ഇന്നേരം അമ്മ, അതായത് നമ്മുടെ ജോയ്സ് വില്ലിന്റെ അടുത്ത് പറയാണ്, മോനെ ആ വൃത്തിയായിട്ടവനെ അവരെ ഉറപ്പായിട്ടും നമ്മൾ ഇല്ലാതാക്കണമെന്ന്. ഇവിടെ നമ്മുടെ ഹോപ്പർ 11നെയും കാളിയെയും കൊണ്ട് ചർച്ചിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് എല്ലാവരെയും കണ്ടുമുട്ടും. അതായത് ഡസ്റ്റിനും നമ്മുടെ സ്റ്റീവും ജൊനാത്തനും നാൻസിയും ഇവിടേക്ക് വരുമെന്നാണല്ലോ പറയുന്നത്. ഇവിടെ വെച്ച് കാണുമെന്ന് പറഞ്ഞ് ഇവരിവിടെ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ 11 ആവട്ടെ ഹോപ്പിന്റെ അടുത്ത് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്ലാൻ എപ്പോഴും നിങ്ങൾ മരിച്ചെന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്, അതൊരിക്കലും നടപ്പിലാവുന്ന കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ ചൂടാവുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മറ്റേ ടീമാണെങ്കിൽ ഇവിടെ എത്തിയിട്ടില്ല. ഹോപ്പിന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇവരെവിടെ പോയെന്നല്ലേ, നമ്മുടെ ഡസ്റ്റിനും ടീമും ആണെങ്കിൽ ഇപ്പൊ ലാബിലേക്കാണ് പോയിരിക്കുന്നത്. ഡസ്റ്റിൻ പുതിയൊരു തിയറി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ആ വോളിന്റെ അപ്പുറയാണ് ഹോളി ഉള്ളത് എന്നാണ് ഡസ്റ്റിൻ പറയുന്നത്. ആ വോൾ ചിലപ്പോ വെഗ്നയാണ് ഉണ്ടാക്കിയിരിക്കുക, പക്ഷെ അത് അങ്ങോട്ട് കടക്കാതിരിക്കാനായിട്ട് വല്ല ഷീൽഡും അവൻ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഷീൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷീൽഡ് പ്രൊട്ടക്ടർ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഈ ലാബിലാണെങ്കിലോ ഉള്ളത്, ചിലപ്പോൾ ഒരു ഡാർക്ക് മാജിക് പോലെ എന്തെങ്കിലും ആണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ഇവിടെ അങ്ങനെ ഒരു പ്രൊട്ടക്ടിങ് സാധനം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവർ ടീമപ്പായി തിരിയുന്നുണ്ട്. സ്റ്റീവൻ ആണെങ്കിൽ നാൻസിയുടെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അത് ജനത്തൻ സമ്മതിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഹെൻറിയുടെ വീട്ടിലാണെങ്കിൽ ഈ കുട്ടികൾ ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയാതെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അറിയുന്ന ഹോളിക്കാണെങ്കിൽ വിഷമം, എങ്ങനെയും പുറത്തോട്ട് കടക്കണം. എന്നാൽ അവൾക്കാണെങ്കിൽ ഇവിടെ ഹെൻറിയുടെ കണ്ണ് വെട്ടിച്ച് പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ടൈം കിട്ടിയപ്പോൾ ഹെൻറി അവിടെ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മുടെ ഹോളി പുറത്തോട്ട് ഓടി പോകുന്നുണ്ട്. അവിടെ വെച്ച് മാക്സിനെ ഹെൻറി പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് മാക്സിന് ഹോളി പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അവിടെ നമ്മുടെ ഡെറക്കിനെ ഇവർ കാണുന്നത്. ഡെറക്കിനെ കണ്ട് ഇവർ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ ഡെറക്ക് വെഗ്നയെ പറ്റിയിട്ടും മൈക്കിനെ പറ്റിയും വില്ലിനെ പറ്റിയും അങ്ങനെ ഇവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഓക്കെ ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് നമ്മുടെ ഹോളിക്കും മാക്സിനും മനസ്സിലാവാണ്. എന്നാ നീ ഒരു കാര്യം ചെയ്യുക, നീ നിന്റെ ഡിപ്ഷിറ്റ് സ്വഭാവം പുറത്തു വരുത്തിക്കുക. അങ്ങനെ നീ ആ ഒരു ഹെൻറിയുടെ ശ്രദ്ധ കുറച്ചു നേരത്തേക്ക് തിരിക്കുന്നവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത്
ഈ ടീം എല്ലാം കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. ജോയ്സ് ഇപ്പൊ പ്ലാൻ പറയാണ്, വിൽ നിന്റെ ഈ പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്നും വെഗ്നയെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ആകെ മൊത്തം എക്സൈറ്റഡ് ആയിരിക്കുന്നത് വില്ലിന് പുതിയ പവർ കിട്ടി ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ജോയ്സിന്റെ പ്ലാൻ ഒന്നും ഇവിടെ ആരും കേൾക്കുന്നില്ല. ഇവർക്കാണെങ്കിൽ വിശക്കുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഫുഡ് എടുത്തിട്ട് കഴിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, അപ്പോഴേ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ലൂക്കാസിനും എറിക്കും ഒരുപോലെ ഒരു പ്ലാൻ വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഓടി വന്നിട്ട് എനിക്കൊരു പ്ലാൻ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ എറിക്ക പറയും ഞാൻ ആദ്യം പറയാന്ന്. അപ്പൊ ലൂക്കാസ് പറയാന്ന പിന്നെ പറഞ്ഞു തൊലയ്ക്ക് എന്നിട്ട് ഞാൻ പറയാന്ന്. ഇവിടെ നമ്മുടെ ഡെസ്റ്റിൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലൂ ഒക്കെ സോൾവ് ചെയ്യുന്നത് എളുപ്പമായേനെ. ഡെസ്റ്റിനി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് നിങ്ങളുടെ സയൻസ് ടീച്ചർ അല്ലേ, അപ്പൊ പുള്ളിയെ പോയി കണ്ടാലോ എന്നാണ് എറിക്ക പറയുന്നത്. പക്ഷെ ആ പ്ലാൻ അത്ര വർക്കൗട്ട് ആവില്ല. പക്ഷെ ലൂക്കാസ് പറഞ്ഞു, നമ്മൾ സീസൺ 2 കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ മൈൻഡ് ഫ്ലെയർ ഉള്ളിൽ കയറിയപ്പോൾ വില്ലിന് ചൂടാക്കിയിട്ടാണ് അവരതിനെ പുറത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിൽ വെഗ്നയുടെ കൺട്രോളുള്ള എല്ലാതും, അതായത് വെഗ്നയും ഒരുപാട് സാധനങ്ങളും കണക്റ്റഡ് ആണ്. അപ്പോൾ അതുങ്ങളുടെ എല്ലാം കൺട്രോളുള്ള ഏതെങ്കിലും ഒരു സ്പെസിമെനെ കൊണ്ടുവന്ന് അതിനെ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആവും. സോ ആ ഒരു സമയത്ത് വീണ്ടും വില്ലിന് ചിലപ്പോൾ വെഗ്നയുടെ കൺട്രോൾ എടുക്കാൻ പറ്റിയാലോ എന്ന് ആ പ്ലാൻ എല്ലാവരും അംഗീകരിച്ചു. ഈ സമയത്ത് ഇവിടെ ഈ ലാബിൽ അങ്ങനെ ഒരു ഷീൽഡ് ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് 2 ടീമായിട്ട് നമ്മുടെ ഡസ്റ്റിനും സ്റ്റീവും ജൊനാത്തനും നാൻസിയും. നമുക്ക് ഇവരെ ടീം ബി എന്നും വില്ലിന്റെ ടീമിനെ ടീം എ എന്നും വിളിക്കാം കേട്ടോ. ഇവിടെ വെച്ച് നമ്മുടെ സ്റ്റീവും ഡസ്റ്റിനും തമ്മിൽ ഒരു ചെറിയ അടി ഉണ്ടാവുന്നുണ്ട്. നിനക്ക് എല്ലാം അറിയാമെന്നാണ് നിന്റെ ധാരണ, അന്ന് എഡ്ഡിയുടെ മരണത്തിന്റെ സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞവരൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ സമയം നാൻസിയും ജൊനാത്തനും ആണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിനക്കിപ്പോൾ ഹോണസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ഇപ്പൊ ഇത് പറഞ്ഞു തീർക്കേണ്ട സമയമല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടെന്ന് പറയുമ്പോൾ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മുടെ ജൊനാത്തൻ പറയുന്നത്. പക്ഷെ നമ്മുടെ നാൻസി നീ എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ തള്ളിയിട്ടിട്ട് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. നമ്മുടെ ജൊനാത്തനാണെങ്കിൽ ഇവരുടെ റിലേഷൻ ഇനി ബ്രേക്ക് ആവോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവൻ അവിടെ ഒരു ഡോറ് കണ്ടുപിടിക്കുന്നത്. സാധാരണ ഡോറ് പോലെ ഒന്നല്ലായിരുന്നു. ആ ഡോറിന്റെ ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ തന്നെ മെൽറ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതെന്താ അങ്ങനെയെന്നറിയാതെ അവൻ ആ ഡോറ് തള്ളി തുറക്കാണ്. അപ്പൊ ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ നാൻസിയും അവിടേക്ക് വരുന്നുണ്ട്. അതായത് ഇവർ അടി ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരെപ്പോഴും ടീമപ്പ് ആയിരിക്കും. അതായത് അവര് സോൾമേറ്റ്സ് ആണ് എന്ന് കാണിക്കുന്ന രംഗം ആ ഒരു റൂമിനകത്തും കുറെ മെൽറ്റഡ് ഭാഗങ്ങൾ ഇവർക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയത്ത് ഇവിടെ ആ ചർച്ചിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കാലി ലെവന് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ശരിക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ, അവരെന്നെ പിടിച്ചോണ്ട് വന്നു, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇല്ലാതാക്കി, എനിക്കറിയില്ലായിരുന്നു ഇവരെന്താ എന്നെ ചെയ്യുന്നതെന്ന്. ഇവര് എന്നെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. ആ കേസ് ശരിക്കും എന്നെ പിടിച്ചോണ്ട് വന്ന് അവരെന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അവിടെ നിയമിച്ച പോലെയായിരുന്നു അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ. അവരെൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്തു. ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലെ ചോര മുഴുവൻ അവർ ഊറ്റി എന്ന് വേണം പറയാനായിട്ട്. ഞാൻ അത്ര മൊത്തം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഇല്ലാതാവണം എന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടില്ല അവന് ഭയങ്കരമായിട്ട് അത് കൊള്ളുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ലോണം വിഷമാവുന്നുണ്ടായിരുന്നു. ഒരു സമയം നമ്മുടെ കാലി തല ഇറങ്ങി വീഴുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ അവൾ അത് ചുമ്മാ ആക്ട് ചെയ്തതാണ്. അങ്ങനെ അവിടെ വന്ന ഡോക്ടേഴ്സിനെയൊക്കെ പരിക്കേൽപ്പിച്ച് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇനി ഇതേ സമയം നമ്മൾ മറ്റൊരു കാര്യം കാണുകയാണ്. അതായത് നമ്മുടെ ഡിപ്ഷിറ്റ്, അതായത് ഡെറക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോളി ഇല്ല എന്നുള്ളത് ഹെൻറി കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു പ്ലാൻ നടത്തുകയാണ്. ഇന്നേരത്ത് നമ്മുടെ മാക്സും ഹോളിയാണെങ്കിൽ ഹോളിയുടെ മെമ്മറിയിലൂടെ ഒക്കെ കടന്നു പോകണം, എങ്കിൽ നമുക്ക് എക്സിറ്റ് കിട്ടുമെന്നും പറഞ്ഞ് അത് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാക്സ് ഒരു തവണ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണല്ലോ. ഇവിടെ ടീം എ ആണെങ്കിൽ, അതായത് നമ്മുടെ വില്ലും റോബിനും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു പവർ ഹൗസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് പവർ അല്ലെങ്കിൽ ഒരുപാട് ഹീറ്റ് ഒരു ഡെമോഗോർഗനെ കൊണ്ടുവന്ന് അതിന്റെ മേൽ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വില്ലിനെ വീണ്ടും വെഗ്നയുടെ അടുത്ത് കൺട്രോൾ കിട്ടും. അതാണ് പ്ലാൻ. ഇതിനിടയ്ക്ക് ഇവരൊരു ടോക്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ റോബിൻ ഹോമോസെക്ഷൽ ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മുടെ വില്ലിനും അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാലോ. അപ്പോൾ നീ ഇതിനെപ്പറ്റി എങ്ങനെ പുറത്ത് പറയാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഒരു ക്രഷ് ഒന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണപ്പായി പറഞ്ഞു. അവൻ തന്ന ധൈര്യമാണ് പിന്നെ നിന്റെ അടുത്ത് പറയാനും പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള വിക്കിയുടെ അടുത്ത് എൻ്റെ പ്രണയം തുറന്നു പറയാനൊക്കെ എനിക്ക് ധൈര്യം തന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലും എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് അറിയാലോ അവന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയാലോ വില്ലിന്റെ. അവൻ ശരിക്കും ഗേ ആണ്. അപ്പൊ അവനും ഇത് മൈക്കിന്റെ അടുത്ത് തുറന്നു പറയണം, ആ കാര്യമൊക്കെ
അവനും ഇങ്ങനെ മൈൻഡിൽ ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഹോളിയും മാക്സും കൂടിയിട്ട് നടക്കാണ്. അപ്പോൾ ഹോളി പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലത്തേക്കാണ് ഫസ്റ്റ് വാട്സിറ്റ് അല്ലെങ്കിൽ ഹെൻറി എന്നെ കൊണ്ടുവന്നത്. അവിടെ വെച്ച് ഇവരൊരു മെമ്മറി ഡോറ് കാണുകയാണ്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ഓപ്പൺസ് കിട്ടും. ആ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ ഹോളിയും അവളുടെ ഒരു ഫ്രണ്ടും കൂടി ഒരു ഹൊറർ മൂവി കണ്ട് പേടിച്ച് കരയുന്ന ഒരു സീനാണ് കാണുന്നത്. അതേ സമയത്ത് ഇവരറിയാതെ അവിടെ ഹെൻറി ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലമല്ല, കാരണം ഹോളി ഇതുവരെ ഹെൻറിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ നീ എപ്പോൾ വെച്ചിട്ടാണ് അവനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലൈബ്രറി വെച്ചിട്ടാണെന്ന് ഇവള് മറുപടി പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ലൈബ്രറിയിലേക്ക് ഒരു പോർട്ടൽ പോലെ ഉണ്ടായി. പക്ഷെ അപ്പോഴും ആ ഒരു മെമ്മറിക്കകത്തും എക്സിറ്റിലേക്കുള്ള വഴി ഇവർക്ക് കണ്ടുപിടിക്കാനായില്ല. ഇതേ സമയം ഇവിടെ നമ്മുടെ സ്റ്റീവും ഡസ്റ്റിനും കൂടി അടിയായി. കാരണം നിനക്കെല്ലാം അറിയാനും നീ വിചാരിക്കുന്നുണ്ടല്ലോ, എഡ്ഡിയും അന്ന് വലിയ ഹീറോ ചമഞ്ഞിട്ടാണ് അന്ന് ബാറ്റിന്റെ ആക്രമണത്തിൽ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഡസ്റ്റിന് നല്ലോണം ദേഷ്യം വരും. കാരണം എഡ്ഡിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സഹിക്കില്ലല്ലോ. അങ്ങനെ ഇവർ തമ്മിൽ അടിയാവാണ് ചെയ്യുന്നത്. എഡ്ഡിയെ പറ്റി നിനക്ക് പറയാൻ ഒരു അർഹതയില്ല, കാരണം എഡ്ഡി എന്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. നീ അങ്ങനെയല്ല, നീ ഇത്രയും നാൾ അങ്ങനെയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു, പക്ഷെ നീ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ശരിക്കും ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇവർ തമ്മിൽ എപ്പോഴും നല്ലൊരു സിങ്ക് ആണല്ലോ. ഇപ്പൊ ഒരു അടി ഉണ്ടാവുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നി. എന്തായാലും ഈ ഒരു അടിക്കിടയിൽ നമ്മുടെ സ്റ്റീവ് പറയുന്നുണ്ട്, മതി, മതിയാക്ക, എനിക്ക് മടുത്തു നിന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. നമ്മുടെ ഡസ്റ്റിനും ഭയങ്കര വിഷമാവുന്നുണ്ട്. പക്ഷെ ഈ അടിക്കിടയിൽ അവരുടെ വയർലെസ് സെറ്റിന്റെ ആന്റിനയുടെ സ്ഥലത്ത് ഒരു ചെറിയ ബ്രേക്ക് സംഭവിച്ചു. അന്നേരം തന്നെയാണ് ഡസ്റ്റിൻ അവിടെ ഒരു റൂം കണ്ടുപിടിക്കുന്നതും. അവൻ നേരെ ടോർച്ചൊക്കെ എടുത്തിട്ട് അതിനകത്ത് പോയി നോക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സയൻസ് പുസ്തകങ്ങൾ ഇവന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവൻ നേരത്തെ കുറെ തിയറിയൊക്കെ വെച്ച് ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലൊരു മാപ്പ് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ കണ്ടെത്തലുകളിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ആഡ് ഓൺ ആയിട്ടുണ്ട് എന്ന് നമ്മുടെ ഡസ്റ്റിൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൻ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി വെച്ചുള്ള കാര്യങ്ങളും പുസ്തകങ്ങളും എല്ലാം എടുത്ത് വായിക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഈ മെൽറ്റഡ് റൂമിലേക്ക് കയറി പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജൊനാഥനും നാൻസിയും കൂടെ സംസാരിച്ച്, ഇല്ല, നമ്മുടെ റിലേഷൻ ഒരിക്കലും ബ്രേക്ക് ആവില്ല എന്നുള്ള രീതിയിലൊക്കെ എത്തുന്നുണ്ട്. ആ മെൽറ്റഡ് റൂമിൽ ഇവർക്ക് കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. ആ ആൾക്കാരടക്കം തന്നെ മെൽറ്റ് ആയ പോലെയാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ചപ്പുറത്തൊരു ഡോറുണ്ട്. ആ ഡോറിൽ റൂഫ് ആക്സസ് ആണ്, അല്ലെങ്കിൽ ഇതുവഴി നമുക്ക് റൂഫിലേക്ക് പോവാമെന്ന് എഴുതി വെച്ച് അവർ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ് ചെയ്യുന്നത്. എന്തോ നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ അവിടെ എക്സ്പീരിയൻസ് ആവുന്നു എന്നാണ് ആ ഒരു ഫുൾ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ കാലി നമ്മുടെ 11ന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടിയപ്പോൾ ശരിക്കും ഞാൻ അവിടെ നിന്ന് പുറത്ത് കടക്കാമെന്ന് വിചാരിച്ചെങ്കിലും എന്തിനു വേണ്ടിയാണ് എന്നെ അവിടെ പിടിച്ചോണ്ട് വന്നതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അവിടെ ഒരുപാട് പ്രഗ്നന്റ് ആയ ലേഡീസിനെ ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ബ്ലഡൊക്കെ തന്നെ ഈ പ്രഗ്നന്റ് ആയ ലേഡീസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യായിരുന്നു. അതായത് പപ്പ അന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു, ഹെൻറിയുടെ ബ്ലഡ് ഉപയോഗിച്ച് ഒരുപാട് സൂപ്പർ നാച്ചുറൽ കിഡ്സിനെ പപ്പ ഉണ്ടാക്കിയതുപോലെ എൻ്റെ ബ്ലഡ് യൂസ് ചെയ്ത് ആ പ്രഗ്നന്റ് ലേഡീസിലൊക്കെ തന്നെ നമ്മളെ പോലെ സൂപ്പർ നാച്ചുറൽ കിഡ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷെ എൻ്റെ ബ്ലഡ് അതിൽ വർക്കായില്ല. അതാണ് പിന്നീട് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. പിന്നീട് അവരെ എന്നെ പിടികൂടുകയും ചെയ്തു. നിന്നെ അവർ അന്വേഷിക്കുന്നത് ഒന്നിനു വേണ്ടിയിട്ടല്ല, ഹെൻറിയുടെ ബ്ലഡിൽ നിന്നുണ്ടാക്കിയ ഒരു കുട്ടി ഹെൻറിയുടെ അത്ര പവർഫുൾ ആണ്, അത് നീയാണ്. നിന്നെ കണ്ടുപിടിച്ച് നിന്റെ ബ്ലഡ് എടുത്ത് വീണ്ടും ഒരുപാട് സൂപ്പർ നാച്ചുറൽ കിഡ്സിനെ ഉണ്ടാക്കണം, അതാണ് ഡോക്ടർ കെയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ 11 ആവട്ടെ, നീ പറയുന്നതൊക്കെ തെറ്റാ, അങ്ങനെയൊന്നും ആവില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ പറഞ്ഞത് നിഷേധിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇവളീ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഏകദേശം ഡോക്ടർ കെയുടെ പ്ലാൻ അത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഡെറക്കിനെ ആണെങ്കിൽ ആ കാട്ടിൽ വെച്ച് ഹെൻറി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു കേവിലേക്കുള്ള മാപ്പ് ഡെറക്കിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കണ്ട് ഹെൻറി, ഇത് നിനക്ക് ആരാ തന്നത്, സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ടല്ലോ അവരുടെ കാര്യം ഞാനങ്ങ് തീർപ്പാക്കും എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഡെറക്കിനെ ഹെൻറി ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡെറക്കിന് പ്ലാൻ പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹോളി ആവട്ടെ ഓരോരോ മെമ്മറിയിലൂടെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ സ്കൂളിൽ നിന്ന് വാട്സിറ്റിനെ കണ്ട ആ ഒരു മെമ്മറിയിൽ എത്തിയിട്ട് അവിടെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, വേറൊരു ഡോർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അവർ കളിച്ചുകൊണ്ടിരുന്നത്, അതിനകത്ത് മഞ്ഞ കളറുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു നീല കളറാണ്. അപ്പോൾ ഇതായിരിക്കാൻ ഡോർ എന്ന് പറഞ്ഞ് അവളത് വെട്ടിപ്പൊളിക്കുകയാണ്. നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു അടുത്ത മെമ്മറിയിലേക്കുള്ള ഡോറ്. ശരിക്കും ആ മെമ്മറി ശരിക്കും നമ്മുടെ ഹോളിനെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നതായിരുന്നു. മറ്റൊന്നുമല്ല, അന്ന് അവളുടെ വീട്ടിൽ നിന്ന് ആ ഡെമോഗോർഗൺസ് അവളെ പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതാണ് അവൾ കാണുന്നത്. അവൾ ആകെ മൊത്തം ടെൻസ്ഡ് ആകുമ്പോൾ നമ്മുടെ മാക്സ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒരു മെമ്മറി ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരകത്തോട്ട് പോവാണ്. ഇപ്പൊ ഹോളി കുറച്ചുകൂടെ
കുറച്ചുകൂടെ എനർജറ്റിക് ആണ് കേട്ടോ, പേടിയൊന്നുമില്ല അവൾക്ക്. ഇവിടെ ഡെമോ ഗോർഗൻസിനെ നമ്മുടെ മൈക്കും ലൂക്കാസും കൊണ്ടൊന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവർ ആ ഒരു പവർ ഹൗസിൽ നിന്ന് ഡെമോ ഗോർഗനിലേക്ക് ഇപ്പോൾ നേരെ വൈദ്യുതി കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈദ്യുതി കൊടുക്കുമ്പോൾ അത് ഹീറ്റാവും. ആ ഹീറ്റാവുന്ന സമയത്ത് അത് വെക്നയ്ക്കും വൾണറബിൾ ആവും. അന്നേരം നമ്മുടെ വില്ലിന് വെക്നയിൽ വീണ്ടും കൺട്രോൾ എടുക്കാൻ പറ്റും. അതാണ് ഇവരുടെ ഒരു തിയറി. അതാണ് ഇവർ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അറ്റ് എ ടൈം നമ്മുടെ ടീം എ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ വില്ല് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെക്നയുടെ മേലെ കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഹോളിയുടെ വീട്ടിലെ നമ്മുടെ മാക്സ് ഉള്ളത്. ഇന്നേരം നമ്മുടെ വില്ലിന് ഫസ്റ്റ് കിട്ടുന്നത് ഡെറക്കിന്റെ ഒരു സൈറ്റാണ്. ഡെറക്കിന്റെ സൈറ്റിലൂടെ വാട്സിറ്റ് കൂട്ടിക്കൊണ്ടുപോയ കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഹോളി ഇല്ല എന്ന് മനസ്സിലാവാണ്. ഇന്നേരത്ത് ഈ മാക്സും ഹോളിയും കൂടെ അവളുടെ വീട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ പുറത്തോട്ടുള്ള എക്സിറ്റ് ഇവർ കാണുന്നുണ്ട്. നമ്മുടെ മാക്സ് ഒരു തവണ ആ ഒരു എക്സിറ്റ് കണ്ടതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. പക്ഷെ അറ്റ് എ ടൈം അവിടെ ഹെൻറി വരുന്നുണ്ട്. ഹെൻറി വാട്സിറ്റിന്റെ രൂപത്തിലും ഹെൻറിയുടെ രൂപത്തിലും മാറി മാറി വരുന്നതിന് പുറമെ അവനിപ്പോൾ വെക്നയുടെ രൂപത്തിൽ മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വെക്നയുടെ രൂപത്തിൽ വന്ന് അവൻ നേരെ പിടിക്കുന്നത് മാക്സിനെയാണ്. നീ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഈ സീനില് നമ്മുടെ മാക്സിന്റെ ആ ഒരു കോമ സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ശരിക്കും അവള് പോയെന്ന് വിചാരിക്കുന്ന അതേ ടൈം ഭയങ്കര ഗൂസ് ബംപ് ഉള്ള ഒരു മൊമെന്റ് ആണ്. നമ്മുടെ വില്ലിന് കറക്റ്റ് വെക്നയുടെ പവർ കിട്ടുകയാണ്. അവൻ നമ്മുടെ മാക്സിനെ പിടിച്ചോണ്ടിരിക്കുന്ന ആ വെക്നയുടെ കാലങ്ങ് ഒടിക്കും. കിഡിലൻ സീൻ എന്ന് പറഞ്ഞ കിഡിലൻ സീൻ. അങ്ങനെ വെക്ന അവിടെ വീണ് കിടക്കുന്ന സമയം നമ്മുടെ ഹോളി വന്ന് മാക്സിനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വില്ല് കഷ്ടപ്പെട്ട് അവനെ കൊണ്ട് പറ്റാവുന്ന അത്ര പവർ എടുത്ത് മാക്സ് ഓട് എന്ന് പറയും. അപ്പോ ആ വെക്നയെ ആരോ കൺട്രോൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ അതേ സമയം തന്നെ ഇവരിവിടെ നിന്ന് ഓടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വെക്നയുടെ അടുത്ത് നിന്ന് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയാണ്. പക്ഷെ അധിക സമയം അങ്ങനെ നമ്മുടെ വില്ലിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാരണം വെക്ന ആയിരിക്കുമ്പോൾ മാത്രമാണ് വില്ലിന് കൺട്രോൾ എടുക്കാൻ പറ്റൂ. പെട്ടെന്ന് അവൻ ഹെൻറി ആയിട്ട് രൂപം മാറുകയാണ്. എന്നിട്ട് ഗെറ്റ് ഔട്ട് ഫ്രം മീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്ലിനെ തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള എനർജി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു ഡെമോഗോർഗന്റെ മേലും വൈദ്യുതി കൂടും. അതുകൂടാതെ നമ്മുടെ വില്ലും ബോധം കെട്ടി വീഴുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഇവർ ആ റൂഫ് ടോപ്പിലേക്ക് കടന്നു പോകുന്നുണ്ട്. അവിടെ ഇവർക്ക് പ്രത്യേകമായിട്ട് എന്തോ ഒരു ഗ്ലോബ് പോലത്തെ ഒരു സംഗതി, എന്തോ ഒരു എനർജി അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഡസ്റ്റിൻ ഇവിടെ കണ്ടുപിടിച്ചു ഇവൻ വിചാരിച്ച പോലെ ഒരു ഷീൽഡ് പ്രൊട്ടക്ടർ അല്ല, മറ്റെന്തോ ആണ്. അതിനെ ടച്ച് ചെയ്യാൻ കൂടി പാടില്ല, അത് ഇവരുടെ ജീവനൊക്കെ ആപത്താണെന്ന് ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ വയർലെസ് സെറ്റ് കംപ്ലൈന്റ് ആണ്. ഇവരിത് കണ്ടുപിടിച്ചെന്ന് വയർലെസ് സെറ്റ് വഴി ഇങ്ങോട്ട് അറിയിച്ചു. പക്ഷേ ഡസ്റ്റിൻ അങ്ങോട്ട് പറയുന്നത് അത് തൊടല്ലേ എന്ന് പറയുന്നത് ഇവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത് തൊടാൻ പാടില്ല എന്നറിയാതെ നമ്മുടെ നാൻസി ആ ഒരു എനർജി സെഗ്മെന്റിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 5th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലെ. നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഇനി എന്താണ്, സ്ട്രേഞ്ചർ തിങ്സ് ആയതുകൊണ്ട് ഊഹിക്കാൻ പറ്റൂല. ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.